ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പൊന്നാങ്കണ്ണി ചീര കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തി ചമ്മന്തിയാണ്. ഈ പൊന്നാങ്കണ്ണി ചീരയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് ശരീരത്തിന് വേണ്ടുന്ന ഒരു ചീരയാണിത്. ഷുഗറുള്ളവർക്കൊക്കെ ഇത് ദിവസവും തോരൻ വെച്ച് കഴിച്ചാൽ നല്ലതാണ്. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് പൊന്നാങ്കണ്ണി ചീര. ഇത് നട്ടു വളർത്താനൊന്നും വലിയ പാടില്ല. ചെറിയ ചെറിയ തണ്ടൊടിച്ച് നട്ടാൽ മതി. വലിയ പരിചരണം ഇല്ലാതെ വളർത്തിയെടുക്കാവുന്ന ഒരു ഇലക്കറിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇലയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. ഇതുവരെ ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ചമ്മന്തി അരച്ച് കഴിച്ച് നോക്കുക. നല്ലൊരു ടേസ്റ്റാണ്. ചമ്മന്തിക്ക് വേണ്ടുന്ന സാധനങ്ങളാണ് തേങ്ങ, ഇഞ്ചി, മുളകിന് പകരം പച്ചമുളകും എടുക്കാൻ നോക്കുക. ഉപ്പ്. ഞാനിവിടെ പുളിക്ക് പകരം മാങ്ങയാണ് എടുത്തേക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ചെറിയ ഉള്ളി. ഇനി നമുക്ക് പൊന്നാങ്കണ്ണി ചീര എടുക്കുമ്പം നമ്മൾ ചമ്മന്തിക്ക് എടുക്കുമ്പോൾ ഈ ഇല മാത്രം എടുക്കുക, തണ്ടെടുക്കാതെ. ഇതിൻ്റെ പച്ചച്ചവ ഇഷ്ടമില്ലാത്തവർ ചെറിയൊരു ചൂടുവെള്ളത്തിലൊന്ന് എടുക്കുമ്പോൾ ആ ഒരു പച്ചിമ അങ്ങ് മാറും. ഞാനിവിടെ പച്ചയ്ക്ക് തന്നെയാണ് അരയ്ക്കുന്നത്. ആ ടേസ്റ്റ് പിടിക്കാത്തവരുണ്ടെങ്കിൽ ഒരു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടെടുക്കണം. അപ്പോൾ ഇതിൻ്റെ തണ്ട് നമ്മൾ ഒരിക്കലും ചമ്മന്തിക്ക് എടുക്കരുത്. കാരണം അരിഞ്ഞ് കിട്ടത്തില്ല, കൊന്തുപോലെ വരും. അപ്പോൾ ഇല മാത്രം എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇല ചേർക്കാം. അതല്ല തേങ്ങ വേണ്ടാത്തവരാണെങ്കിൽ കുറച്ച് തേങ്ങ എടുക്കുക, ഇല കൂടുതൽ എടുക്കുക. ഇതെല്ലാം ഒന്ന് പറിച്ചെടുത്തിട്ട് അരച്ചെടുക്കാം. കരിയാപ്പില അരയ്ക്കുമ്പോൾ നമ്മൾ തേങ്ങ ലാസ്റ്റിലേ അരയ്ക്കാവൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞു കഴിഞ്ഞതിന് ശേഷം തേങ്ങ അരയ്ക്കും, അല്ലെങ്കിൽ അരയാൻ പാടായിരിക്കും. ഇല ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പ്. ഇതെല്ലാം ഒന്ന് കറക്കിയതിന് ശേഷം തേങ്ങ ഇടുക. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളിതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചു നോക്കുക. നല്ലൊരു ചമ്മന്തിയാണ്. തന്നെയല്ല, ചീരയുടെ ആ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ നമ്മൾ പച്ചയ്ക്ക് തന്നെ ഉള്ളിലോട്ട് പോവുകയാണ്. എന്തൊരു ഭംഗിയാണ്. അരുചിയൊന്നുമില്ല. ഇലയുടെ പച്ചിമയൊന്നും അറിയാനേ ഇല്ല. അതല്ല, ഇലയുടെ ചവ ഇഷ്ടമില്ലാത്തവരും ചൂടുവെള്ളം എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ഹെൽത്തി ചമ്മന്തിയാണിത്. ഇതിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ തണലത്ത് വളർന്ന ചീരയുടെ ഇലയ്ക്ക് നല്ല വീതിയുണ്ട്, കണ്ടില്ലേ? അപ്പം വെയിലുള്ളപ്പോഴാണ് നിറം കിട്ടുന്നത്. രണ്ടും നല്ലതാണ്. ഇത് അരിയാനൊക്കെ നമുക്ക് വലിപ്പമുള്ള ഇല നല്ലതാണ്. പൊന്നാങ്കണ്ണി ചീരയുടെ ചമ്മന്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റുകൾ അറിയിക്കുക. ഇത് നല്ലൊരു ഹെൽത്തി ചമ്മന്തിയാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. എന്തൊരു ഭംഗിയാണ്. അരുചിയൊന്നുമില്ല.